കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ? കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. ജയിൽ ഉദ്യോഗസ്ഥർ രാത്രി പരിശോധന നടത്തിയില്ല. ലോക്കപ്പിനുള്ളിൽ ഉറങ്ങുന്നതുപോലെ ഡമ്മി ഉണ്ടാക്കിയത് കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല. ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ട്. ജയിൽ ചാട്ടത്തിന് ജീവനക്കാരോ സഹതടവുകാരോ സഹായിച്ചതിന് തെളിവില്ല. അതേസമയം ജയിൽ ചാട്ടത്തിൽ അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ജയിലിൽ രാത്രി പരിശോധന നടത്തിയില്ല. ലോക്കപ്പിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഗോവിന്ദച്ചാമി തുണി കൊണ്ട് ഡമ്മി ഉണ്ടാക്കിയത് കണ്ടിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല. സെല്ലിൽ തുണിയെത്തിയതിലും ആശയക്കുഴപ്പമുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ഇടതുകൈക്ക് അസാമാന്യ കരുത്തുള്ളതായും അഴികൾ മുറിച്ചതിൽ ശാസ്ത്രീയ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് പുറത്തു ചാടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മാസങ്ങളുടെ ആസൂത്രണത്തിന് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയത്. 28 ദിവസത്തോളം എടുത്താണ് സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റിയതെന്നാണ് വിവരം. മണിക്കൂറുകൾക്കകം പിടിയിലായ ഗോവിന്ദച്ചാമിയെ കൂടുതൽ സുരക്ഷയുള്ള വിയൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ജയിൽ ജീവനക്കാരുടെയും സഹതടവുകാരുടെയും മൊഴിയെടുത്തിരുന്നു. ജയിൽ വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണവും പൂർത്തിയായിട്ടുണ്ട്. ഉത്തരമേഖല DIG V ജയകുമാറാണ് അന്വേഷണം നടത്തിയത്. സംഭവത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഒരാൾക്കെതിരെ നടപടിക്ക് ശുപാർശയുമുണ്ട്. ന്യൂസ് 18 കണ്ണൂർ.